അതേപോലെ വിജയ് എന്താ സിനിമയില് നിർത്തിയിട്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാന്നൊക്കെ കേട്ടിരുന്നല്ലോ. അതപ്പം വിജയ് ഒന്നും മത്സരിച്ചില്ല? അല്ല, വിജയ് പറഞ്ഞത് വിജയിന്റെ അവസാനത്തെ ഒരു സിനിമന്റെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ദളപതി 67. അത് കഴിഞ്ഞിട്ട് ഇവർ റിട്ടയർ ചെയ്തിട്ട് പുതിയതായിട്ടൊരു പാർട്ടി ഇവൻ രൂപീകരിച്ചിട്ട് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന പറഞ്ഞു. ദളപതി 67 ഹിറ്റ് ആവൂല അപ്പൊ? അറിയില്ല, പക്ഷെ എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ഭയങ്കര ഒരു വിജയ് ഫാൻ. നീ വിജയ് ഫാനാ? വൈ? എന്റർടൈനിങ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ് സംഭവം ഞാൻ പറഞ്ഞുതരാം. തമിഴില് നല്ലോണം അഭിനയിക്കുന്ന ഒരു ആക്ടർ ആരാന്ന് വെച്ചാല് സൂര്യ അല്ലെങ്കിൽ വിക്രം. ഈ രണ്ടു പേരും അറിയാം. കമൽഹാസൻ. ഓക്കെ, ഞാൻ ആ ഒരു ഇതിലോട്ട് അത്ര പോയിട്ടില്ല. ഇനിയിപ്പം ഭയങ്കര സ്റ്റൈലും ഇതൊക്കെ ഉള്ള ഒരു സ്റ്റാർ ആരോ വെച്ചാൽ ഇപ്പൊ നമുക്ക് രജനീകാന്ത് എന്ന് വേണേ പറയാം. പണ്ടത്തെ ഒരു കാര്യമൊക്കെ സ്റ്റൈലൊന്നും ഉദ്ദേശിച്ച ഔട്ട്ഫിറ്റ് അല്ല, ആ ഒരു മാനറിസും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ നല്ല ബോഡി കാര്യമൊക്കെ ഉള്ളത് നോക്കുകയാണെങ്കിൽ ചിലപ്പം വിശാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ഉണ്ട്. ഇവരൊക്കെ അത്യാവശ്യം നല്ല ബോഡിയും കാര്യമൊക്കെ ഉള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ വിജയ് അങ്ങനെ ഒന്നിലും ബെസ്റ്റ് ഒന്നല്ല, പക്ഷെ എന്നാലും ഇങ്ങേരുടെ മൂവി കാണാനൊരു ഓളാണ്, ഒരു ഓറ. അതെ അതെ, ആ ഒരു സംഭവം. അതായത് ഒന്നെന്നുള്ളത് ചിലപ്പം മൂപ്പര് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. ലൈക്ക് മൂപ്പര് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്, വളരെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട രീതിയിലാണ്. അതായത് ഒരു ഇലക്ഷന്റെ ടൈമിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾ പ്രൈസിന്റെ ഹൈക്കിന്റെ എതിരെ സൈക്കിൾ ഔട്ടി പോയി, അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ കണ്ടിരുന്നു. പക്ഷെ അത് മാത്രല്ല, അതായത് എനിക്കറിയാം മൂപ്പര സിനിമ ഭയങ്കര സെൻസ്ലെസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും മൂപ്പരെ ഡിഫെൻഡ് ചെയ്ത് ഞാൻ സംസാരിക്കൊന്നുമില്ല. ഒരാൾ വന്നിട്ട് പക്ഷെ എനിക്കിഷ്ടം. അതായത് വിജയിന്റെ സിനിമ എന്ത് പൊട്ട സിനിമയാണ്, ഒരാൾ 100 ആൾക്കാരെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാല്. ഇപ്പൊ വിജയ്, രജനീകാന്ത് വരുന്നതൊക്കെ അങ്ങനെയാ. പക്ഷെ രജനീകാന്തിന്റെ വരെ എനിക്ക് വലിയൊരു താല്പര്യമില്ല. പക്ഷെ വിജയിൻ്റെത് ഇങ്ങനെയൊക്കെ. പിന്നെ ഒന്നാമത് എന്താന്ന് വെച്ചാല് കുറെ ഇപ്പം അനിരുദ്ധിന്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വന്നതിന്റെ ശേഷം വിജയിന്റെ ഒക്കെ മൂവീസിലും മിക്ക മൂവീസിലും BGM ഒക്കെ അനിരുദ്ധ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു BGMൻ്റെത്, പിന്നെ ഇങ്ങേരുടെ ഒരു ആക്ഷനും പിന്നെ ഡാൻസ്. പക്ഷെ മൂപ്പര് ബെസ്റ്റ് ഡാൻസർ ഇൻ ടോളിവുഡ് അല്ല, ഒന്നിലും ബെസ്റ്റ് അല്ല, ബട്ട് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. അതെ, മാസ്റ്റർ ഓഫ് നൺ. അതെ, അഭിനയൊക്കെ പറയുകയാണെങ്കിൽ ഉള്ള ആക്ടേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് ചിലപ്പം വിജയിന്റെ അഭിനയം. കാരണം വിജയിന്റെ കരയണ സീനൊക്കെ കണ്ടാൽ ശരിക്കും ചിരി വരും, അങ്ങനത്തെ ഒക്കെ രീതിയിലാണ്. പക്ഷെ സിനിമ ഒന്നാലും കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര എന്റർടൈനിങ്. ഈ ആൾക്കാരെ അടിക്കണതും ഈ മാസും, പിന്നെ വിജയിന്റെ കോമഡി ആണെങ്കിലും കുറെയൊക്കെ നല്ല രസമുള്ള രീതിയിലാണ് കോമഡിയും കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ട് തമിഴിലും സിനിമകൾ ഉണ്ട് എന്ന് അറിയുന്നേ ഞാന് വിജയിന്റെ സിനിമ എന്താ പറയാ, മെർസ്. അപ്പോഴാണ് ഞാൻ തമിഴിലും സിനിമകൾ ഇറങ്ങുന്നുണ്ട് എന്ന് അറിയണേ. മെർസല്ല, മറ്റേ അത് കത്തി. അതെ, എക്സാക്ട്. കത്തി 2016-15 റിലീസ് ആവുന്നത്. 15 എന്നല്ല, അതിലും ബാക്കിലോ. അപ്പൊ അതിന്റെ മുന്നേ തമിഴ് സിനിമ ഉണ്ട് തമിഴില് സിനിമകൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് ഹിന്ദി അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, പക്ഷെ തമിഴില് സിനിമ ഇറങ്ങുന്നത്. ഞാൻ തമിഴ് സിനിമ കാണാൻ തുടങ്ങിയത് എന്റെ കാരനാണ്. കാക്ക അതേപോലെ സൂര്യന്റെയും. ഞാൻ ആദ്യമായിട്ട് മറ്റേ ഇതിന്റെ മ്യൂസിക് വീഡിയോ അതെ. പിന്നെ സൂര്യന്റെ അതേപോലെ വാർണമായിരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്, അതും ഇതേപോലെ ഞാൻ കാക്കന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. ഓഹ്, എമ്മ അടിപൊളി സിനിമ അറിയാം. അതായത് ഒരു ക്യാരക്ടറിന്റെ ഫുൾ ലൈഫ്, അതായത് ലൈഫ് തുടങ്ങണത് മുതൽ ലൈഫ് അവസാനം വരെയുള്ള ഒരു സ്റ്റോറി. കൊള്ളാം, അതും അടിപൊളിയായിരുന്നു.